ക്രാഫ്റ്റ് ഉണ്ടാക്കാറില്ലേ? നാം പേപ്പർ കൊണ്ട് പല രൂപങ്ങളും ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഈ രൂപത്തിന് പറയുന്ന പേര് സഡാക്കോ എന്നാണ്. ഈ പേരിന് പിന്നിൽ ഒരു കൊച്ചു കഥയുണ്ട്. ആരുടെയും കരളലിയിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ കഥ. കഥ നടക്കുന്നത് അങ്ങ് ജപ്പാനിലാണ്. 1945 ആഗസ്റ്റ് 6-ന് അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചു. അവിടെ നിന്നും 1.5 മൈൽ ദൂരെയായിരുന്നു സഡാക്കോ സസാക്കി എന്ന 2 വയസ്സുകാരി പെൺകുട്ടി. ബോംബിന്റെ ആഘാതത്തിൽ അവൾ ദൂരേക്ക് തെറിച്ചു വീണു. എന്നാൽ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ വളർന്നു. നല്ല മിടുക്കി കുട്ടിയായിരുന്നു അവൾ. സ്പോർട്സിനോട് അവൾക്ക് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. സ്കൂളിലെ ചാമ്പ്യനായിരുന്നു അവൾ. അങ്ങനെയിരിക്കെ 12-ാം വയസ്സിൽ യുദ്ധത്തിന്റെ തീവ്രത അവൾ തിരിച്ചറിഞ്ഞു. കായിക പരിശീലനത്തിനിടെ അവൾ ഗ്രൗണ്ടിൽ കുഴഞ്ഞു വീണു. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അണുവികിരണം മൂലമുണ്ടായ ബ്ലഡ് ക്യാൻസർ അവളെ കീഴടക്കിയിരുന്നു. ജപ്പാനിൽ അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു വിശ്വാസമുണ്ടായിരുന്നു. 1000 പേപ്പർ കൊക്കുകളെ ഉണ്ടാക്കിയാൽ നമ്മുടെ ഏത് ആഗ്രഹവും സാധ്യമാകും എന്ന്. കൂട്ടുകാരുടെ നിർദ്ദേശപ്രകാരം സഡാക്കോ മരണക്കിടക്കയിൽ നിന്ന് കൊക്കുകളെ ഉണ്ടാക്കാൻ തുടങ്ങി. കയ്യിൽ കിട്ടിയ പേപ്പർ കൊണ്ടെല്ലാം അവൾ കൊക്കുകളെ ഉണ്ടാക്കാനായി തുടങ്ങി. മരുന്ന് ഷീറ്റ് പോലും അവൾ അതിനായി ഉപയോഗിച്ചു. എന്നാൽ 644 എണ്ണം തികയ്ക്കാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. അപ്പോഴേക്കും മരണം അവളെ കീഴടക്കി. പിന്നീട് അവളുടെ സുഹൃത്തുക്കൾ 1000 എണ്ണം പൂർത്തിയാക്കി. ആ കൊക്കുകളെ അവളുടെ കൂടെ സംസ്കരിച്ചു. സഡാക്കോയും അവളുടെ ഒറിഗാമി കൊക്കുകളും ലോക സമാധാനത്തിന്റെ പ്രതീകമായി ലോകമെങ്ങും അറിയപ്പെട്ടു. ഒറിഗാമി കൊക്കുകൾ സഡാക്കോ എന്ന പേരിലും അറിയപ്പെട്ടു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.